സർ. വാ, വന്നിരിക്കെ. താങ്ക് യു സർ. ഈ നാടിന് ഞാൻ മുഖ്യമന്ത്രിയായിട്ടല്ലാതെ ഒരു ദിവസം കുറച്ചു നേരത്തേക്കെങ്കിലും മനുഷ്യനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുക. ഹൗ ആർ യു? സർ. നിനക്ക് സുഖമല്ലേ മേജർ പ്രസാദ് രഘു? സുഖായിരിക്കണം സർ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആർമി ഞാൻ തിരിച്ചെത്തി. വെയിറ്റിംഗ് ഫോർ യു ഓർഡർ സർ. ഗുഡ് സർ. പ്ലീസ്. സർ, ഇതെന്താ? സർ, നമ്മുടെ നാട്ടിൽ ചില ആളുകള് ഉന്നത അധികാരികളെല്ലാം ചേർന്ന് ഒരു സിൻഡിക്കേറ്റ് ഫോം ചെയ്യണമെന്ന് ചിന്തിക്കുക. അനലൈറ്റ് ആൻഡ് കോവിഡ് ഓപ്പറേഷൻ ഏജൻസി. ഏത് വലിയ ഇന്റർനാഷണൽ മിഷൻ ആയിരുന്നാലും ഇത് ഹാൻഡിൽ ചെയ്യും. ഉന്നതാധികാരികൾ എന്ന് വെച്ചാ? സത്യസന്ധത ഉള്ളവർ വളരെ കുറവാണല്ലേ? ട്രൂ സർ. ഈ ഏജൻസിയെ പറ്റി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ 3 പേർക്കേ അറിയാവൂ. നമ്മുടെ നാടിന് എന്തെങ്കിലും ആപത്ത് വന്നാൽ എതിർത്ത് നിൽക്കുന്നതിന് ഒരുപാട് റൂൾസ് തടസ്സമാകും. ബട്ട് ദിസ് ഏജൻസി ഹാസ് നോ റൂൾസ് ആൻഡ് വി ആർ നോട്ട് ഗോയിങ് ബൈ ദ ബോക്സ്. അതുമാത്രമല്ല, ഒരു സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇതുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. സർ, സർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? പ്ലീസ്. ഇതിന് എന്നെ എന്തിനാ തിരഞ്ഞെടുത്തേ? ട്രെയിനിങ് കൊടുത്ത ആർക്കു വേണമെങ്കിലും ശിപ്പായി ആകാം. പക്ഷെ സത്യസന്ധത എന്നത് രക്തത്തിൽ ഉണ്ടാവേണ്ടതാ. അതുകൊണ്ടാ താങ്കൾ. താങ്ക് യു സർ, എനിക്ക് മനസ്സിലായി. ഈ സീക്രട്ട് ഏജൻസിയെ ഫോം ചെയ്ത് ഈ ഓപ്പറേഷന് വേണ്ടി നല്ല ഏജൻസിനെ അപ്പോയിന്റ് ചെയ്യ്. ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിൽ തന്നെ ആയിരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് വന്ന് പറയാം. എപ്പോ വേണമെങ്കിലും വരാം. 24/7 ഐ ആം അവൈലബിൾ. ഡൺ സാർ. സാർ, ഈ ഏജൻസിയുടെ പേര്? പേര് രുദ്രനേത്ര. കൊച്ചിയിൽ ഒരു ഷോപ്പിംഗ് മാളിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നു. 2 പേർ മരണപ്പെട്ടതുകൂടാതെ 8 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്.
ഇതൊരു തീവ്രവാദി ആക്രമണമെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ചിലർ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ റിപ്പോർട്ടറോട് ചോദിച്ചു മനസ്സിലാക്കാം. ഗൗതം, അവിടുത്തെ സാഹചര്യം എന്താണ്? ഇവിടുത്തെ സാഹചര്യം വളരെ മോശമായിട്ടാണ് കാണുന്നത്. ചിലരുടെ ശരീരം കത്തിച്ചിതറി കിടക്കുകയാണ്. ഈ കാഴ്ച വളരെ ഭയമുളവാക്കുന്നതാണ്. ഇവിടെ ബന്ധുജനങ്ങളുടെ അവസ്ഥയാണ് ദയനീയം. ചിലർ വേണ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തേടി അലമുറയിടുകയാണ്. ഈ ബോംബ് ബ്ലാസ്റ്റിന്റെ പിന്നിൽ ആരാണെന്നറിയാൻ പോലീസ് വല വീശിയിരിക്കുകയാണ്. റാം, ഷോപ്പ് ഒന്ന് നോക്കണേ, ഞാൻ പുറത്തു പോയിട്ട് വരാം. ഓക്കെ സർ. I got the reports. Let me call you back. Bharat, give me 10 minutes. Okay, Thank sir. you. രഘു സർ, Sir, ന്യൂസ് കണ്ടായിരുന്നു? കണ്ടു സർ. വാട്ട്സ് യു ടേക്ക് ഓൺ ഇറ്റ്? ഫോറൻസിക് വിഭാഗം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവിടെ ബോംബുമായി ബന്ധപ്പെട്ട ഒന്നും കിട്ടിയില്ല സർ. കെമിക്കൽ ട്രേസസും ഇല്ല. ഹ്യൂമൻ ബോംബ് എന്ന് പറയുന്നതിന് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. അവിടെ ഒരു ബോംബും ഇല്ലാതെ ഒരു മനുഷ്യൻ ബോംബായി മാറി പൊട്ടിത്തെറിച്ചെന്നാ തോന്നുന്നത്. What? That make no sense. ഐ നോ സർ. പിന്നെ അവിടെ മരിച്ച ആൾ ആരാണെന്നോ എവിടുന്ന് വന്നാണെന്നോ അറിയില്ല സർ. അവിടുന്ന് കിട്ടിയ DNA സാമ്പിൾസും CCTV ഫുട്ടേജും വെച്ച് അവനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് ട്രൈ ചെയ്തു സർ. പക്ഷെ നമ്മുടെ റെക്കോർഡ്സിൽ ആരുമായിട്ടും മാച്ച് ആയില്ല. രഘു സർ, സർ, CM ആണെങ്കിൽ പോലും ഈ കേസ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് എത്താതെ കുറച്ച് നാളെ എനിക്ക് തടഞ്ഞു വെക്കാൻ പറ്റൂ. റോ ഓർ CBI എപ്പോൾ വേണമെങ്കിലും അവർ കേസ് ടേക്ക് ഓവർ ചെയ്തേക്കാം. അങ്ങനെ സംഭവിച്ച കാര്യം അറിയാലോ, വളരെ ഇഴഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ നടക്കൂ. ദേ ട്രൈ ടു പ്ലേ എവറിത്തിങ് ബൈ ദ ബുക്ക്. എപ്പോൾ ഈ കേസ് സോൾവ് ആവുന്ന ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് രുദ്രനേത്ര ഈ കേസ് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. മനസ്സിലായി സർ. വിൽ ക്രാക്ക് ദിസ് കേസ് ആസ് സൂൺ ആസ് പോസിബിൾ. ഇറ്റ്സ് എ പ്രോമിസ്. എനിക്ക് താങ്കളിൽ നല്ല വിശ്വാസമുണ്ട്. അത് മാത്രമല്ല അച്ഛനും നല്ല വിശ്വാസമാണ്. അത് വെറുതെ ആവില്ല. താങ്ക് യു സർ. സോ ഇനി എന്താ സർ, ഈ കേസിന് ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യണം സർ. ചെയ്തോളൂ. സർ, അത് എന്താ സർ, നിലവിലുള്ള എല്ലാ ഏജൻസികളും വേറെ കേസിൽ ബിസിയാണ്. എല്ലാവരും ബിസിയാണെന്നോ? അന്ന് പഞ്ചാബിൽ ഡ്രഗ് മാഫിയയെ ട്രേസ് ചെയ്ത ഏജന്റ് അദ്ദേഹം ഇപ്പോൾ മുംബൈയിലാണ് സർ. ഹീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ വെപ്പൺ സ്മഗ്ലിംഗ് കേസ്. ശരി. ലാസ്റ്റ് മന്ത് സെൻട്രൽ ഗവൺമെന്റ് നെറ്റ്വർക്ക് ഹാക്ക് ചെയ്ത ഹാക്കറെ പിടിച്ച ഏജന്റ് 101 അവരിപ്പോൾ ശ്രീലങ്കയിലാണ് സർ. ഷീസ് എ ഹാൻഡ്ലിംഗ് എ സിമിലർ കേസ്. അല്ല, എന്താ സാർ ഈ പറയുന്നത്? ഇപ്പം നിങ്ങളുടെ അടുത്ത് ഏജന്റ് ഉണ്ടോ ഇല്ലയോ? സാർ, അത് സർ ആക്ച്വലി ഒരാളുണ്ട് സാർ. പക്ഷെ നമുക്ക് ടൈമില്ല മിസ്റ്റർ രഘു. പെട്ടെന്ന് ആ ഏജന്റിനെ ഈ കേസിൽ അസൈൻ ചെയ്യുക. ഈ കേസ് രുദ്രനേത്ര തന്നെ സോൾവ് ചെയ്യണം. യെസ് പ്ലീസ്. റൈറ്റ് സാർ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.